إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون സത്യാവിശ്വാസികൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സദാസമയവും പാലിച്ച് ജീവിക്കണമേ എന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
തിരുചര്യകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രാവർത്തികമാക്കിയും കൂടി ജീവിക്കണമേ എന്നും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് ശക്തമായ ഭാഷയിൽ. അല്ലാഹു അതിനെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിലപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമയത്തിൻ്റെ വില അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിൽ വിലപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നമ്മുടെ ഈ വിലപ്പെട്ട സമയം എന്നുള്ളത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു മാർഗം കൂടിയാണ്. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ ചുരുങ്ങിയ ആയുസ് നമുക്ക് ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മാർഗം കൂടിയാണ്. നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ എല്ലാവിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളോടുകൂടിയ സുഖാനുഗ്രഹങ്ങളോടുകൂടിയ ഒരു ലോകമാകാം നമ്മളെ കാത്തിരിക്കുന്നത്. അതല്ല എങ്കിൽ വേദനയേറിയ അതികഠിനമായ ഒരു ശിക്ഷയുടെ ലോകവുമാകാം നമ്മളെ കാത്തിരിക്കുന്നത്. ആ രണ്ട് ലോകത്തെ സംബന്ധിച്ചും അല്ലാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് അൽ-ബഖറയുടെ 81-82 വചനങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഖുർആൻ പറയുന്നു, അങ്ങനെയല്ല വേണ്ട. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് സമ്പാദിക്കുന്നതൊക്കെ മോശപ്പെട്ട സമ്പാദ്യമാണ് എങ്കിൽ അവന്റെ സമ്പാദനങ്ങൾ, അത് അമലുകളായിക്കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ, അതൊക്കെ മോശപ്പെട്ടതാവുകയായി തീർന്നാൽ അതോടൊപ്പം തന്നെ അവന്റെ തെറ്റുകളും അവനെ വലയം ചെയ്യുന്നതാണ് എന്ന്. അവന്റെ തെറ്റുകൾ കൂടി അവനെ എന്തു ചെയ്യും? വലയം ചെയ്യും. എന്നിട്ടോ അങ്ങനെയുള്ള ആളുകൾക്ക് ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവര് ആ നരകക്കാരോടൊപ്പമായിരിക്കും എന്ന്. ഏതുവരെയും? ഹും ഫീഹാ ഖാലിദൂൻ, ശാശ്വതമായിക്കൊണ്ട് അവര് നരകക്കാരോടൊപ്പമായിരിക്കും എന്ന്. ഒരു വിഭാഗം ആളുകളെയാണ് ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന,
പരലോകത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന, വിലപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്താതെ ജീവിച്ച ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കാനുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫിഹാ ഖാലിദൂൻ. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗം വല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകൾ, അല്ലാഹുവിൽ വിശ്വസിച്ചവരായ ആളുകൾ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച ആളുകൾ, ഉലൈക അസ്ഹാബുൽ ജന്ന, ആ വിഭാഗം ആളുകൾ അവര് സ്വർഗക്കാരോടൊപ്പമാണ് എന്ന് ഖുർആൻ പറയുന്നു. അവര് സ്വർഗക്കാരോടൊപ്പമാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരെന്ത് ചെയ്യും? അവര് ശാശ്വതന്മാരായിട്ട് ആ സ്വർഗത്തിൽ കടക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ നമ്മെ സംബന്ധിച്ച് നമ്മൾ ദുനിയാവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും അതിൻ്റെ വ്യത്യാസങ്ങളാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. നിരവധി ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ ഈ രണ്ട് ലോകങ്ങളുടെയും വ്യത്യാസം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് വ്യത്യാസം? നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകം, നമ്മൾ ജീവിക്കുന്ന ലോകം, അല്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ലോകം, അല്ലേ? ഈ ലോകത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഐഹികമായ ജീവിതത്തെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ്? അത് നശിച്ചു പോകുന്ന ഭവനമാണ് എന്ന്. നമ്മൾ വിചാരിക്കും നശിക്കാതെ എന്നെന്നും ഇതിങ്ങനെ കൈകാര്യകർത്തം ചെയ്തുകൊണ്ടിരിക്കുമെന്നില്ല. പടച്ച തമ്പുരാൻ നമുക്കൊരു ഉദാഹരണം മനസ്സിലാക്കി തരുന്നുണ്ട് ഖുർആനില്. വിശുദ്ധ ഖുർആൻ, അല്ലെ? അതിന്റെ ഖുർആന്റെ സൂറത്ത് യൂനുസിലൂടെ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിന്റെ 24-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ വ്യക്തമാക്കുന്നു. എന്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളുമുണ്ട് എന്ന്, എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തിന്റെ അവസ്ഥയെ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുക. എന്താണ്? ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിന്റെ ഉപമ എന്ന് പറയുന്നത്, നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവിന്റെ ഉപമ എന്ന് പറയുന്നത് കമാഇൻ, വെള്ളം പോലെയാണെന്ന ഖുർആൻ പറയുന്നത്. ഏത് വെള്ളം? അൻസൽനാഹു മിനസ് സമാഇ, ആകാശത്ത് നിന്നും നാം ഇറക്കി തരുന്ന വെള്ളം പോലെയാണ് എന്ന്, അല്ലേ? എന്നിട്ടോ ഫഖ്തലതു ബിഹി നബാതുൽ അർളി മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, ആ വെള്ളം മൂലം അല്ലാഹു എന്ത് ചെയ്യുന്നു? ഭൂമിയില് ഒരുപാട് ചെടികളെ അല്ലാഹു വിസ്തൃതപ്പെടുത്തുകയാണ്. ഒരുപാട് ചെടികളെ അല്ലാഹു ഇടകലർത്തി കൊടുക്കുന്നു. എന്നിട്ടോ ആ ചെടി മൂലം യഅകുലുൻ നാസു വൽ അൻആം, മനുഷ്യരും മൃഗങ്ങളുമൊക്കെ അത് ഭക്ഷ്യയോഗ്യമാക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും ആ പുല്ലും ഒക്കെ എന്ത് ചെയ്യുന്നു? മൃഗങ്ങളും പശുക്കളുമൊക്കെ, മൃഗങ്ങളും മനുഷ്യരുമൊക്കെ ഉപയോഗിക്കുന്നു എന്ന്. എന്നിട്ട് ഖുർആൻ പറയുന്നു ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖുർഫഹാ വസയ്യനത്, ഈ ഭൂമി എന്ത് ചെയ്യും? അങ്ങനെ അതിന്റെ എല്ലാ തരത്തിലുള്ള സൗന്ദര്യവും ഭൂമി പ്രകടിപ്പിക്കും, അല്ലേ? അത് കണ്ടാൽ വല്ലാത്ത എന്താണ് മോടിയാക്കും ഭൂമി. ഈ പച്ചപ്പ് എന്താക്കണേ? ഒരു മോടിയായി തീരുകയും അതൊരു അത്ഭുതകരമായ ഒരു എന്താണ് വല്ലാത്ത അത്ഭുതമായി തീരുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ടോ വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾ, ഈ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് പറയും എന്താണ്? ഇനിയും എന്താണ്? ഈ ഭൂമി നമ്മുടെ അധീനതയിലാണ്, അല്ലേ? അവര് വിചാരിക്കുന്നു, ഭൂമിയിലുള്ള മനുഷ്യന്മാര് വിചാരിക്കും ഈ ഭൂമി ഇനി നമ്മുടെ അധീനതയിലാണ്, നമ്മളാണ് എന്താകണം ഭൂമി എന്ന്
തീരുമാനിക്കുന്നത് നമ്മളാണ് എന്ന് അവരിങ്ങനെ പറയുന്ന, അവര് വിചാരിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു പറയുന്നു, അങ്ങനെ ഇരിക്കുമ്പോ ഒരു രാത്രിയോ ഒരു പകലോ അള്ളാഹുവിന്റെ എന്താണ് കൽപ്പന വരികയാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനം വരുന്നു. തീരുമാനം വന്ന ഫജഅൽനാഹാ ഹസീദാ, ഏത് രൂപത്തിലാവുകയാ ഭൂമി? അത് ആ വിളവെടുത്ത ഭൂമി പോലെയാക്കി അള്ളാഹു മാറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു രാത്രി കൊണ്ടല്ലെങ്കിൽ ഒരു പകലിലെ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് മാറ്റുമെന്ന്. കഅല്ലം തഗ്ന ബില്ലംസി, ഇന്നലെ ഇതില്ലായിരുന്നു എന്നതുപോലെ അല്ലെ, ഇന്നലെ ഇങ്ങനത്തെ ഒന്നും ഇല്ലാതിരുന്നു എന്നതുപോലെ എന്തായി മാറ്റും? പടച്ച തമ്പുരാൻ അതിനെ അങ്ങ് മാറ്റിക്കളയും. ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഭൂമിയിൽ എന്ന തരത്തിലേക്ക് അള്ളാഹു ആ ഭൂമിയെ മാറ്റിക്കളയുമെന്ന്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്രകാരമുള്ള ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്താണ്? ദുനിയാവെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ആഡംബരവും നമ്മൾ കാണുന്ന സുഖിക്കൊണ്ടിരിക്കുന്ന ഈ ലോകവും ഒക്കെ എന്താണ്? അതിനെയൊക്കെ നിഷ്പ്രയാസം അള്ളാഹുവിന് നശിപ്പിച്ചു കളയാൻ സാധിക്കുമെന്ന് വളരെയധികം എന്താണ്? വളരെയധികം വളരെ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വല്ല കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ദുനിയാവെന്ന് പറയുന്നത് പരലോകത്തെ അപേക്ഷിച്ച് നിങ്ങളുടെ കൈ എന്ത് ചെയ്യുക? സമുദ്രത്തിലേക്ക് മുക്കുക. നിങ്ങളുടെ കൈ സമുദ്രത്തിലേക്ക് മുക്കുക. എന്നിട്ട് കൈ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ സമുദ്രത്തിൽ നിന്ന് നിങ്ങളുടെ വിരലുകൾ ഉയർത്തുമ്പോ നിങ്ങളുടെ വിരലുകളിൽ എന്താണുള്ളത്? അത്ര മാത്രമേയുള്ളൂ എന്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ദുനിയാവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ തുച്ഛമായ കാലം മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ളത്. ഏതുപോലെ ചിലപ്പോ എന്താണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് 60 വയസ്സാകാം, അതല്ലെങ്കിൽ 70 വയസ്സാകാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടാം, അതല്ലെങ്കിൽ ഈ 60നും താഴേക്ക് വരാം. നമ്മൾ ഒരുപാട് മരണങ്ങളില് നമ്മൾ പങ്കെടുത്തിട്ടുള്ളവരാണല്ലോ. അവിടെ ചെറിയ കുട്ടികൾ ഉണ്ടാകാം, അതേപോലെ മറ്റുള്ള യുവാക്കളായ ആളുകൾ ഉണ്ടാകാം, പ്രായമായ ആളുകളൊക്കെ ഉണ്ടാകാം. മരണത്തിന് പ്രായമില്ല എന്നത് നമ്മളേവരും അംഗീകരിക്കുന്ന മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ ലോകത്ത് വളരെ തുച്ഛമായ കാലഘട്ടം മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നന്മയിൽ ജീവിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ അനശ്വരമായ ലോകമാണ് എന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നന്മയിൽ അധിഷ്ഠിതമായി തിന്മ പ്രവർത്തിക്കാതെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരിച്ചര്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് അനശ്വരമായ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ലോകമാണ് എന്ന കാര്യത്തില് നമ്മൾ ഒരിക്കലും അതിനെ മറന്നു പോകരുത്. ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിമിഷവും പാഴാക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ചെയ്തത് മനസ്സിലാക്കി തരുന്നത്. ഏതെങ്കിലും കാരണത്താൽ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അവരുടെ സമയം നഷ്ടപ്പെട്ടു പോയാൽ, ഏതെങ്കിലും കുറച്ച് സമയമെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരില് അവര് ഖേദിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണെന്ന്, അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ, മൻദാന നഫ്സഹു, സ്വന്തമായിട്ട് കണക്ക് നോക്കുന്ന ആളുകളാണ്. സ്വന്തമായിട്ട് തന്നെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ കണക്കാണ് നോക്കേണ്ടത്,
പരലോകത്തിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള കണക്കാണ് നോക്കേണ്ടത്. ആ കണക്കായിരിക്കണം ബുദ്ധിയുള്ള ആളുകള് ചെയ്യുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ടോ അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവര് പ്രവർത്തന നിരതമായിരിക്കും. എന്തിനു വേണ്ടി? ഖബിലൽ മൗത്തി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തിന് വേണ്ടി അവരിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. വൽ ആജിസു, നിസ്സഹായനായ ആളാരാണെന്നറിയാമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കതും പഠിപ്പിച്ചു തരുന്നു. ആരാണ്? സ്വന്തം ഇഷ്ടപ്രകാരം ദേഹേച്ഛയ്ക്കനുസരിച്ച് തന്റെ സ്വന്തമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ആര്? നിസ്സഹായനായ ആളുകളെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ചില തോന്നലുകളും ചില വിചാരങ്ങളും ഒക്കെ ഉണ്ടാകും. അവര് വിചാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ദേഹേച്ഛയ്ക്ക് അനുസരിച്ചായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ സൂക്ഷിക്കണം. ഈ ലോകത്തിന്റെ അലങ്കാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. ദുനിയാവിന്റെ ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സമ്പത്തുകൾ വാരിക്കൂട്ടുന്ന ആളുകളാകാം. അതോടൊപ്പം തന്നെ എന്താണ്, പൊങ്ങച്ചം പറയുന്ന ആളുകളാകാം. അതിന്റെ പേരിൽ പൊങ്ങച്ചം പറയുക, അതിന്റെ പേരിൽ പ്രശസ്തി നേടുക, അതിനുവേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ദുനിയാവേ ദുനിയാവേ എന്ന് പറഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം, നമ്മുടെ ലോകത്തിലുണ്ടാകാം. അവര് വിചാരിക്കുക ഏതൊരു സമയവും ഏതൊരു സന്ദർഭവും മരണത്തിലേക്കുള്ള പോക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിചാരം അങ്ങനെ ഓടുന്ന ആളുകളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മളെപ്പോഴാണ് മരണത്തെ കുറിച്ച് ഓർക്കുന്നത്? ഏതെങ്കിലും മരണ വീടുകൾ സന്ദർശിക്കുമ്പോ, ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ, ഏതെങ്കിലും മയ്യത്തുകൾ സന്ദർശിക്കുമ്പോ നമ്മൾ മരണത്തെ കുറിച്ച് ഓർക്കും. 2 ദിവസം കഴിയുമ്പോ, അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോ, ഒരാഴ്ച കഴിയുമ്പോ അത് മറന്ന് പഴയതുപോലെ ജീവിക്കാൻ, വീണ്ടും നമ്മൾ ദുനിയാവിന് വേണ്ടി ജീവിക്കാൻ വീണ്ടും നമ്മൾ വീണ്ടും അതിനു വേണ്ടി നമ്മൾ ഓടുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മത്സരങ്ങളും പരസ്പരമുള്ള അസൂയകളും മത്സരങ്ങളും ഒക്കെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ദുനിയാവിന് വേണ്ടി മത്സരിക്കുക, പണത്തിന് വേണ്ടി മത്സരിക്കുക, പ്രതാപത്തിന് വേണ്ടി മത്സരിക്കുക, മറ്റുള്ളതിന് വേണ്ടി ദുനിയാവിനെ മത്സരത്തിന്റെ സമ്പത്താക്കി മാറ്റിയെടുത്ത് അതിനു വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ ആളുകള്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരെല്ലാ നിലയ്ക്കും അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയും പരസ്പരം എല്ലാ സഹായങ്ങളും എല്ലാവർക്കും നൽകി തങ്ങളെക്കാൾ പ്രാധാന്യവും പ്രാതിനിധ്യവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തമായി ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നവരായിരിക്കും ഒരു വിഭാഗം ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് പണത്തിന് ആവശ്യമുണ്ട്, നമുക്ക് ചില സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെ മറന്നുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളാണ് പരലോകത്തെ ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. കഴിഞ്ഞില്ല, അവരുടെ പ്രാർത്ഥന എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടിയും അവര് പ്രാർത്ഥിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്ത് ഹശ്റിന്റെ 10-ാമത്തെ വചനത്തിലൂടെ സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബനാ
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. നാളെ പരലോകത്ത് വിജയം പ്രാപിച്ച വിഭാഗം ആളുകള് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന്. എന്താണ് അവര് പ്രാർത്ഥിക്കുന്നത്? റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ സ്വീകരിച്ചവരായ, ഈമാനിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പൊറുത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ആക്കരുതേ, ഒരു പകയും ഉണ്ടാക്കരുതേ, ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങൾക്ക് മുമ്പ് ഈ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു പകയും ഉണ്ടാക്കരുത്. ഇന്നക റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, നീ കൃപയുള്ളവനും കരുണാവാരിധിയുമാണ് എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമാണെന്ന് നാളെ സ്വർഗം ലഭിക്കുന്ന ആളുകൾ, വിശ്വാസികളായ ആളുകൾ എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നത്, നാളേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നത് ഓരോ വിശ്വാസിയും വളരെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. കാരണം എന്താണ്? മനുഷ്യൻ നാളേക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്താണ് പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത്? എന്റെ ജീവിതത്തിൽ എന്താണ് നാളേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ ഈ സമയം മരണപ്പെട്ടാൽ, ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എന്താണ് നാളേക്ക് വേണ്ടി എനിക്ക് സ്വത്തായിട്ടുള്ളത്? എനിക്ക് എന്താണ് കൊണ്ടുപോകാനുള്ളത്? ഞാൻ എന്താണ് കൂടെ കൊണ്ടുപോകേണ്ടത് എന്ന് ഓരോ വിശ്വാസിയും ചിന്തിച്ചു കൊള്ളണം. മറക്കരുത് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം, വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്ത് ഹശ്റിന്റെ 18-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളായ ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കൊണ്ടുപോകാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണമേ എന്ന്, നിങ്ങൾ ഓർക്കുകയും ചെയ്യണമേ എന്ന്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് വീണ്ടും ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു വളരെ കൃത്യമായിട്ട് അറിയുന്നു എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോകാനുള്ളവരാണ്. എപ്പോഴാണ് നമ്മുടെ അവധി എത്തുക എന്നത് നമുക്കറിഞ്ഞുകൂടാ. എപ്പോഴാണ് എത്തുക എന്നത് നമുക്കറിഞ്ഞുകൂടാ. എപ്പോഴും ഉണ്ടാകാം, ഏത് സമയവും ഉണ്ടാകാം, ഏത് നിമിഷവും ഉണ്ടാകാം, ഏത് സെക്കൻഡിലും നമ്മോടൊപ്പം മരണമുണ്ടാകാം എന്ന ഓർമ്മ ഓരോ സമയത്തും ചലിക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും, കിടക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, അതേപോലെ ഭക്ഷിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മറന്നുകൊണ്ട് മരണത്തെ ഓർക്കാതെയും നടക്കുന്ന ഒരു ജീവിതവും ഒരവസ്ഥയും ഒരു സെക്കൻഡ് പോലും വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ഏത് സമയവും നാം മരണപ്പെടും. അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന് മാത്രമാണുള്ളത്, പടച്ചതമ്പുരാന് മാത്രമാണുള്ളത് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ വൈസ വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രീ നഫ്സും മാദാ കസബത് ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഖുർആൻ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, അല്ലാഹുവിന് മാത്രം അറിയുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോഴും ഖുർആൻ പറഞ്ഞത് നാളെ എന്ത് സംഭവിക്കുമെന്നറിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ എന്താണ്? വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ് മനുഷ്യൻ മരണപ്പെടുക എന്നോ, എപ്പോഴാണ് മരണപ്പെടുക എന്നോ ഒരാൾക്കും അറിഞ്ഞുകൂടാ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും നമ്മുടെ മരണം പിടിപെടുക എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മുടെ ആഘോഷവേളകളിലാകാം, നമ്മുടെ മക്കളുടെ കല്യാണ തിരക്കുകളിലാകാം, അതോടൊപ്പം നമ്മുടെ വീട് കൂടാനുള്ള സമയങ്ങളിലാകാം, നമ്മൾ യാത്രയിലാകാം, സന്തോഷത്തിന്റെ യാത്രയാകാം, ബിസിനസിന്റെ ഇടപാടുകളിലാകാം, കച്ചവടത്തിന്റെ തിരക്കുകളിലാകാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കുമെന്ന് നമ്മൾ മരണപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര ആംബുലൻസുകളാണ് രാവിലെയും വൈകുന്ന ഇങ്ങനെ നമ്മുടെ റോഡുകളിലൂടെ ഹോണടിച്ചു കൊണ്ടുപോയിക്കുന്നത്. എത്ര
മയ്യത്തുകളാണ്, എത്രയെത്ര രോഗികളാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും നമ്മൾ ഉൾപ്പെട്ടില്ല എന്നുള്ളത്, നമ്മുടെ സമയമായില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം, അള്ളാഹു വിചാരിക്കുന്ന പടച്ച തമ്പുരാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന സമയം എത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് നമ്മളൊന്നും അതിൽ ഉൾപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ജനാസകളോടൊപ്പം നമ്മൾ പോയിട്ടുണ്ട്, ഒരുപാട് മരണ വീടുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് മയ്യത്തുകൾക്ക് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് കബറുകള് നമ്മൾ ഇറങ്ങി കബറടക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ അവരെ കുളിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇതേപോലെ നമുക്കും ഒരു യാത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കണം. കാരണം എന്താണ്, നാളെ നമ്മളെയും എന്ത് ചെയ്യും, നമ്മളും മരിക്കുമെന്ന വിചാരം, നാളെ നമ്മളും മയ്യത്ത് എന്താണ്, നമ്മളെയും പൊതിയപ്പെടുമെന്ന വിചാരം ഉണ്ടാക്കണം. ബന്ധുക്കളും സ്നേഹിതന്മാരും ഒക്കെ നമ്മളെ കാണാൻ വരുന്ന ഒരു രംഗം നമ്മൾ മനസ്സിലാക്കണം, വിചാരിക്കണം. അതോടൊപ്പം എന്താണ്, വേണ്ടപ്പെട്ട ആളുകള് നമ്മളെ കുളിപ്പിക്കുന്ന രംഗം, അതോടൊപ്പം എന്താണ്, വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ കഫം ചെയ്ത് മയ്യത്ത് കട്ടിലിൽ വെച്ച് നമ്മളെ ചുമന്നു കൊണ്ടുപോകുന്ന രംഗം, അതോടൊപ്പം എന്താണ്, നമുക്ക് വേണ്ടി കുറെ ആളുകൾ നിന്ന് നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന രംഗം, നമുക്ക് വേണ്ടി തസ്ബീഹിനെ ചോദിക്കുന്ന രംഗം, നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന രംഗം, ഇതൊക്കെ പ്രിയമുള്ളവരെ നമ്മളും അനുഭവിക്കാനുള്ളവരാണ് എന്ന വിചാരം നമ്മൾ ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ എന്താണ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണെന്ത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷയുടെ കവാടം ലഭിക്കുക എന്നത് മനസ്സിലാക്കുക. പടച്ച തമ്പുരാൻ വിശ്വാസികളായി ജീവിക്കാനും നാളെ പരലോകത്ത് ഉന്നതമായ ശ്രേണിയിൽ പദവിയില് ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയ ബിദിക്രില്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. രണ്ടാം പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. മരണം നമ്മളെ പിടികൂടിയിട്ടില്ല, എങ്കിലും മരണം നമ്മെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ നാം ഭൂമിയിലുള്ളത് തിന്നും കുടിച്ചും ഭക്ഷിച്ചും രസിച്ചുമൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ ഈ ഭൂമി നമ്മളെ തിന്നുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകും. പ്രവാചകനോട് പടച്ച തമ്പുരാൻ പറയുകയാണ്, എന്താണ്, ഒരാളെയും നിനക്ക് മുമ്പ് ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശം നൽകിയ ഒരാളും ഭൂമിയിലില്ല. അങ്ങനെ ഇരിക്കെ നീ മരണപ്പെട്ടാൽ ഫഹുമുൽ ഖാലിദൂൻ,
മറ്റുള്ള നിന്നോടൊപ്പമുള്ള ആളുകളൊക്കെ ശാശ്വതന്മാരായി ഇരിക്കുമോ എന്ന് പറഞ്ഞാൽ മരണം എന്താണ്? നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പ്രവാചകനെ പിടികൂടിയിട്ടുണ്ട്, അതിനു മുമ്പുള്ള ആളുകളെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ രുചി നമ്മളേവരും അനുഭവിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന്റെ രുചി ഓരോരുത്തരും അറിയുമെന്നാണ്. എന്തിനു വേണ്ടിയാണ്? വലനബുലുവക്കും അയ്യുക്കും ബിൽ ശർരി വൽ ഖൈരി. നിങ്ങളിലെ ഷർറും നന്മയും തിന്മയും എന്താണ്? വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പരീക്ഷണമാണ് എന്ന് ഖുർആൻ പറയുന്നു. വ ഇലൈനാ തുർജഊൻ, നമ്മളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് മരിക്കുമെന്ന ഓർമ്മയോടുകൂടിയായിരിക്കണം എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടത്. കാരണം ഒരുപാട് മരണങ്ങള് നമ്മൾ കണ്ടവരാണ്. നമ്മളെക്കാൾ പ്രായമുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മളെക്കാൾ താഴ്ന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കൊച്ചുകുട്ടികൾ ഓടിക്കളിച്ച് ചാടിക്കളിച്ച് വാത്സല്യത്തോടുകൂടി നമ്മൾ വളർത്തിയ പിഞ്ചു കുഞ്ഞുങ്ങള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പത്രത്താളുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായിട്ട് കേൾക്കുന്ന വാർത്ത, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പിതാവിനും മാതാവിനും നഷ്ടപ്പെട്ട 4 ആൺകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ അപകടത്തിൽ മരണപ്പെട്ട, ദുബൈയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള മരണങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ മരണത്തെ സംബന്ധിച്ച ഓർമ്മ നമുക്കുണ്ടാകണം. കാരണം അത് 2 ദിവസത്തേക്കുള്ളതല്ല ഓർക്കാൻ. പിന്നെയും നമ്മൾ മരിക്കുന്നത് വരെയും ഓർത്ത് നന്മ ചെയ്യുക എന്നുള്ളതാണ് നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമെന്ന് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓർക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന് അടക്കത്തിന് ശേഷം റസൂലുള്ള ആ ഖബറിന് സമീപമിരുന്ന് ഒരുപാട് കരഞ്ഞു എന്ന് കാണാം. ബറാ ഇബ്നു ആസിഫ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ആയിരുന്നു. എപ്പോ? ഫീ ജനാസത്തിൻ, ഒരു ജനാസയുടെ സംസ്കരണ ചടങ്ങുകളില്. എന്നിട്ടോ ഫജലസ അലാ ശഫീരിൽ ഖബരി, ആ ഖബറിന് സമീപം റസൂലുള്ള ഇരുന്നു എന്നിട്ട് എന്താണ്? അദ്ദേഹം കരയുകയാണ്, പ്രവാചകൻ കരയുകയാ ഖബർ കണ്ടിട്ട്. കരഞ്ഞെന്ത് ചെയ്തു? മണ്ണ് വരെ നനയുന്നത് വരെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീരുകൊണ്ട് ആ മണ്ണ് പോലും നനഞ്ഞു പോയി എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ പൊന്നു സഹോദരന്മാരെ, എന്റെ പൊന്നാര സഹോദരന്മാരെ, ലിമിസ്ലി ഹാദാ, നിങ്ങളും ഇതേപോലെയാകാനുള്ളവരാണ്, നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ട്. അതുകൊണ്ട് ഫഅഇദ്ദു, നിങ്ങൾ തയ്യാറാകണം കേട്ടോ, നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്ന പ്രവാചകന്റെ വചനം. പ്രിയമുള്ളവരെ, നമുക്ക് തയ്യാറെടുക്കാനുള്ള ഒരു അവസ്ഥയായിട്ട്, ഒരു പ്രചോദനമായിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മളെപ്പോഴും തയ്യാറായിരിക്കുക. ആ തയ്യാറായിരിക്കുന്ന ആളുകൾ എന്താണ്? ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോ നമുക്കുറക്കെ പറയാൻ സാധിക്കും, ആ മരണത്തെ കാത്തിരിക്കുന്ന വിശ്വാസികളായ ആളുകളുണ്ടല്ലോ, അവരെ ഇങ്ങനെ മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ എന്നെന്ത് ചെയ്യും? ആ വിശ്വാസിയുടെ മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറയുന്ന, പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന ആ
ഒരു വിശ്വാസികളുടെ കൂട്ടത്തില് ഉൾപ്പെടാൻ എന്റെ പൊന്നു വിശ്വാസികളെ നമ്മളെപ്പോഴും എപ്പോഴും എന്തായിരിക്കണം? തയ്യാറായിരിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ലാത്ത മയ്യത്ത്, സ്വാലിഹത്തല്ലാത്ത മയ്യത്ത്, അവരും പറയും യാ വൈലഹാ ഐന യദ്ഹബൂൻ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്റെ നാശമേ, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് അവരും പറയുമെന്ന്. ഈ ഒരു മയ്യത്തിന്റെ അട്ടഹാസവും വിലാപവും എല്ലാ ആളുകളും കേൾക്കുമെന്ന്. ഇല്ലല്ലിൻസാൻ, മനുഷ്യരൊഴികെ എല്ലാവരും അത് കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും തയ്യാറായിരിക്കുക. പെട്ടെന്ന് പടച്ചതമ്പുരാന്റെ വിളിയുണ്ടായി കഴിഞ്ഞാൽ അതിനുത്തരം ചെയ്ത് പെട്ടെന്ന് നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നേടുന്നതിന് നമ്മൾ എത്തേണ്ടവരാണ്. അതിന് സമയമില്ല, ദിവസമൊന്നും കുറിക്കപ്പെട്ടിട്ടില്ല. ഏത് സമയവും ഉണ്ടാകും. എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണമേ ജീവിക്കേണ്ടത് എന്നുകൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പടച്ച തമ്പുരാൻ. മരണത്തെക്കുറിച്ച് ഓർക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി പാടുപെടുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗം കൊണ്ട് സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ. രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പള്ളി ഫണ്ടിന്റെ കാര്യമാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൂചിപ്പിക്കലാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? നമ്മുടെ പള്ളിയുടെ ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങൾ സംഭാവന ചെയ്യുക. ബക്കറ്റുകൾ പുറത്തിറക്കുന്നുണ്ട്. നിങ്ങളുടെ ചെറിയ ഈ സംഭാവനകൾ കൊണ്ടാണ് ഈ പള്ളിയും മറ്റനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. കാര്യമായ സംഭാവനകൾ ഉണ്ടാകണമെന്ന് ഉറപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, രോഗികളായ ആളുകൾ നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ചു. നമ്മുടെ സെയ്ദ് സാഹിബ് ഇപ്പോഴും വെന്റിലേറ്ററിലാണ് അദ്ദേഹം എപ്പോഴും സുഖമായിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഏവരും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാവിധമായ സൗഖ്യവും സുഖവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗത്തെ അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഈ രോഗം മൂലം വ്യസനവും വേർപാടും വിഷമവും ഒക്കെ അനുഭവിക്കുന്ന ആ കുടുംബാംഗങ്ങളായ ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു കുറച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.